കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് ബിയിൽ വരുന്ന 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: വിവേക് ലിമിറ്റഡ് took over assets worth rupees 5 lakh and liabilities of rupees 1,34,000 of Midun Traders for the purchase consideration of rupees 3,96,000. Vivek Limited paid the purchase consideration by issuing debentures of rupees 100 each. Give journal entries in the books of Vivek Limited assuming that debentures are issued at 10% ഡിസ്കൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചെയ്യുന്നത് എന്താണ്? വിവേക് ലിമിറ്റഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു 5 ലാഖിൻ്റെ, അതേപോലെ ലാബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നു 1,34,000. ഇവിടെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കുന്നത് എന്താണ്? 3,96,000 ആണ്. അതായത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് ഓഫ് rupees 100 ഈച്ച്, 100 രൂപയുള്ള ഡിബെഞ്ചറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ പകരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ ഈ ഒരു അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ലാബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നതിൻ്റെയും എൻട്രിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സൺട്രി അസറ്റ് കോണ്ടക്ടർ ടു ലാബിലിറ്റീസ് ടു മിഥുൻ ട്രേഡേഴ്സ് എന്ന് വരും. അതായത് ഇവിടെ അസറ്റിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 5 lakh ആണ്. അതിനെ നമ്മൾ 5 lakh ഇവിടെ കാണിക്കുന്നു. അതേപോലെ തന്നെ ലാബിലിറ്റീസിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 1,34,000 ആണ്. പർച്ചേസ് കൺസിഡറേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 3,96,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു 30,000 ഡിഫറൻസ് വരുന്നത്, അതായത് 30,000 ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ് എന്താണ്? നമുക്ക് ലോസ് ആണ്. അതായത് അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷവും പകരം ലാബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3,96,000 ആണ്. ഈ ക്യാപിറ്റൽ ലോസ് എന്നാണ് ഇതിനെ പറയുക. ഈ ക്യാപിറ്റൽ ലോസിന് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ഗുഡ്വിൽ അക്കൗണ്ടിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗുഡ്വിൽ എന്ന് പറയുന്ന എൻട്രി കൂടെ വരുന്നത്. അതായത് ഇത് കമ്പൈൻ എൻട്രി ആയിട്ട് സൺട്രി അസറ്റ് അക്കൗണ്ടക്ടർ, ഗുഡ്വിൽ അക്കൗണ്ടക്ടർ ടു ലാബിലിറ്റീസ് ടു മിഥുൻ ട്രേഡേഴ്സ് എന്നുള്ള രീതിയിൽ വരും. സൺട്രി അസറ്റിൽ എത്ര? 5 lakh, ഗുഡ്വിൽ അക്കൗണ്ടിൽ 30,000, ദെൻ ലാബിലിറ്റീസിൽ 1,34,000, മിഥുൻ ട്രേഡേഴ്സിൽ 3,96,000. ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി രണ്ടാമത്തെ എൻട്രി വരുന്നത് ഡിബെഞ്ചേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ പകരമായിട്ട് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നമ്മൾ കാണിക്കുന്നത്. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ടക്ടർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടക്ടർ ടു ഡിബെഞ്ചേഴ്സ് എന്ന് വരും. ഓക്കെ, മിഥുൻ ട്രേഡേഴ്സിൽ നമ്മൾ ഈ കാണിക്കുന്നത് എത്രയാണ്? 3,96,000 ആണ്. ഇവിടെ വരുന്ന 3,96,000 ആണ് ഇവിടെ മിഥുൻ ട്രേഡേഴ്സിൽ കാണിക്കുന്നത്. ഇനി ഡിസ്കൗണ്ടിലും അതേപോലെ ഡിബെഞ്ചേഴ്സിലും കാണിക്കുന്ന എമൗണ്ടിനെ നമ്മൾ കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3,96,000 ആണ് തന്നിരിക്കുന്നത്. ഇത് ഡിസ്കൗണ്ടിലാണ് 3,96,000 വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിഞ്ഞില്ല നമുക്ക്. ഡിസ്കൗണ്ട് കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ് എത്ര? ഈ 3,96,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിലാവുമ്പോൾ നമ്മൾ ഫുൾ വാല്യൂ ഇതിൻ്റെ കണ്ടെത്തണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പർച്ചേസ് കൺസിഡറേഷനായിട്ട് തന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 3,96,000 ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് ഫേസ് വാല്യൂ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഡിവൈഡഡ് ബൈ എന്ത് കാണുന്നു? 100 മൈനസ് 10. 100 മൈനസ് 10 എന്ന് പറയുന്നത് എന്താണ്? 10 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 100 മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 90 എന്ന് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3,96,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വാല്യൂ കിട്ടും. അതായത് 4,40,000 എന്ന് കിട്ടും. അതായത് ഇവിടെ ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ വരുന്നത്
4,40,000 ആണ് ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ വരുന്നത്. അതിൻ്റെ ഡിസ്കൗണ്ട് ആണ് 10% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10% എത്രയാണ്? 44,000 ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിച്ചത്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നമ്മൾ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നതും ലാബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുന്നതും സൺട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 2 ലാബിലിറ്റീസ് അതേപോലെ 2 മിഥുൻ ട്രേഡേഴ്സ് എന്ന് വരും. അതിൻ്റെ ബാലൻസ് വരുന്നത് 30,000 കാണിക്കുന്നത് ഇവിടെയാണ്. ഇത് ക്യാപിറ്റൽ ലോസ് ആണ്, ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് കാണിക്കും. നേരെ തിരിച്ച് വരാം, അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അതായത് ബാലൻസ് ഇവിടെയാണ് ഡെബിറ്റ് സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡെബിറ്റ് സൈഡിലാവുമ്പോൾ അവിടെ ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എൻട്രി വരുന്നത്. ഇനി രണ്ടാമത്തെ എൻട്രി എന്താണ്? ഡിബെഞ്ചേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നു പകരമായിട്ട്. അപ്പോൾ മിഥുൻ ട്രേഡേഴ്സിൽ കിട്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ 3,96,000 ആണ്. 2 എന്ത് വരും? ഡിബെഞ്ചേഴ്സ്. ഇവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിനെ നമ്മൾ എന്ത് കാണിക്കും? ഡെബിറ്റിൽ കാണിക്കും. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, അതേപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇതിലാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.